അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയുടെ റസൂലുൽ സലാത്ത് എന്ന ഗ്രന്ഥത്തിൽ അർക്കാനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചാണ്, അതായത് രണ്ടാമത്തെ അസ്ലായ മാരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല എന്നതിൽ ദീനിന്റെ 3 മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബയായ ഇസ്ലാം, അതിന്റെ അർക്കാനുകളായ ഷഹാദത്ത്, അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ നിസ്കാരം, അതിനുശേഷം സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ ആരംഭിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ മസലകളും എല്ലാ വിധിവിലക്കുകളും പറയുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കാരണം നമ്മുടെ കിതാബ് അങ്ങനത്തെ ഒരു കിതാബ് അല്ലാത്തതുകൊണ്ടാണ്. അഖീദപരമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കിതാബാണ്. പിന്നെ ഈ വിഷയങ്ങൾ പറയാതെ പോകാൻ മാത്രം നിസ്സാര വിഷയങ്ങളോ അല്ല, വളരെയധികം ഗൗരവമുള്ള പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ആദ്യമായി ഈ വിഷയം കേൾക്കുന്ന അല്ലെങ്കിൽ പുതുതായി നമ്മൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ ഒന്ന് ഓർമ്മ പുതുക്കി പോവുക എന്നതുകൊണ്ടാണ് വേഗത്തിൽ ഈ വിഷയങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങൾ തന്നെ വിശദമായി പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നും, നിസ്കാരമാണെങ്കിലും ഓരോ അർക്കാനുകളെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് സംസാരിക്കുന്ന ഇൻഷാ അല്ലാഹ്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തി സക്കാത്തിനെ സംബന്ധിച്ചാണ്. സക്കാത്തിൽ പ്രവേശിച്ചു, പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു മസാല നമ്മൾ നിസ്കാരത്തിന്റെ ബന്ധപ്പെട്ടത് പറയാൻ വിട്ടുപോയി. അതായത് മുബത്തിലാത്ത സ്വല, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ടൊരു മസാല. അത് 8 എണ്ണം, ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 എണ്ണം. ഒന്നാമത്തേത് മനഃപൂർവ്വമുള്ള സംസാരം. മനഃപൂർവ്വമുള്ള സംസാരം എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, മറ്റ് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത സംസാരം, അത് മനഃപൂർവ്വം നമ്മൾ സംസാരിക്കുക എന്നുള്ളത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ചിരി, പൊട്ടിച്ചിരി, ശബ്ദം കേൾക്കുന്ന രൂപത്തിലുള്ള ചിരി. ശബ്ദം കേൾക്കുന്ന രൂപത്തിലുള്ള ചിരി, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യാം, ഭക്ഷണം കഴിക്കുകയോ എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുക, മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് മനഃപൂർവ്വം ഔറത്ത് വെളിവാക്കുക, മനഃപൂർവ്വം ഔറത്ത് വെളിവാക്കുക. അഞ്ചാമത്തെ കാര്യം ഖിബലയിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോവുക. ചെറിയൊരു ചരിവല്ല, വലിയ ചരിവ്. ഖിബല പടിഞ്ഞാറോട്ടാണെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടൊക്കെ നിൽക്കുക. ചെറിയൊരു ചരിവ് എന്തല്ല, അത് ബാധിക്കൂല. ചെറിയൊരു ചരിവ് എന്തായാലും വരും, എന്തായാലും വരും. അതേ ആ ചരിവ് തന്നെ കറക്റ്റ് ഒരു നൂലിട്ട് പിടിച്ചാൽ നേരെ ഖിബിലേക്കൊന്നല്ല എത്താം. നമ്മുടെ പല ദൂര നാട്ടിൽ നിന്ന് നിസ്കാരങ്ങൾ അത്രയും കൃത്യമാകണമെന്നില്ല. ചെറിയൊരു വ്യത്യാസം പ്രശ്നമല്ല, പക്ഷെ വലിയ വ്യത്യാസങ്ങൾ പ്രശ്നമാണ്.
ആറാമത്തെ കാര്യം തുടർച്ചയായ അനാവശ്യമായ പ്രവർത്തനങ്ങൾ. എന്നുവെച്ചാൽ അനാവശ്യമായിരിക്കണം, അതുപോലെ തന്നെ തുടർച്ചയായതുമായിരിക്കണം, അതുപോലെ കുറേ ആയിരിക്കണം. അനാവശ്യമായ ചലനങ്ങൾ ഒരുപാടുണ്ടാവും. ചിലർ കണ്ടിട്ടുണ്ടാവും, കൈ കെട്ടിയാൽ ഒതുങ്ങിയിരിക്കുകയില്ല. കുട്ടികളെ പോലെയാണ്, ഇവിടെ മാന്തി അവിടെ തിരിഞ്ഞ് ബെൽറ്റ് ശരിയാക്കി മുടി താടി ശരിയാക്കി എന്തെങ്കിലും ചെയ്യാതെ അനങ്ങാതെ നിൽക്കാൻ സാധിക്കാത്ത ആൾക്കാർ. അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യം. ഷിമാ കൊണ്ട് കളിക്കുന്നത് അറബികള്. ഉറപ്പായും പെടും. അബസം എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. അതും വളരെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ. ഉദാഹരണത്തിന് ഹദീസിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്, സുജൂദിൽ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറ്. സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരൊറ്റ തവണ കൈകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നാക്കുക. അപ്പൊ അവിടെ ചലിക്കുന്നുണ്ട്, പക്ഷെ ആ ചലനം എന്തല്ല, വെറും അബസായിട്ടുള്ള വെറും ചലനങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചലനങ്ങളല്ല. അതുപോലെ തന്നെ സൊഫ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ ലഭിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ഒരാൾ ഇമാമ് മാറിക്കഴിഞ്ഞാൽ ഇമാമായിട്ട് നിൽക്കുക, ഇതൊക്കെ നിസ്കാരമായി ബന്ധപ്പെട്ട ചലനങ്ങളാണ്. അല്ലെങ്കിൽ കിബിൽ ഇങ്ങോട്ടാണെന്ന് അറിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുക, ഇവിടെയൊക്കെ ചലനങ്ങളുണ്ട്. പക്ഷെ അനാവശ്യമായ ചലനങ്ങൾ അത് ഒരു തവണ ഉണ്ടാവുന്നതല്ല, തുടർച്ചയായി ഒരുപാട് തവണ ഉണ്ടാവാം. ഒരാളുടെ ഷിമാഗ് വീട് പോകാനായിക്കഴിഞ്ഞാൽ നേരാക്കാം, പ്രശ്നമില്ല. അവിടേക്ക് ഒരു ചലനേ വരുന്നുള്ളൂ. ഇവിടെ പ്രശ്നം ബാത്തിലാക്കുന്നത് തുടർച്ചയായിരിക്കണം, ഒരുപാട് തവണ ഉണ്ടാവണം, അനാവശ്യമായ ചലനമായിരിക്കും. അപ്പൊ എന്താ, നിസ്കാരത്തെ അത് ബാത്തിലാക്കും. ഏഴാമത്തത് വുളു നഷ്ടപ്പെടാം. വുളു നഷ്ടപ്പെടാം. വുളു നഷ്ടപ്പെടുന്നത് നിസ്കാരത്തിൽ പ്രധാനമായിട്ടും കീഴ്വായു പോകുന്നതാണ്. പക്ഷെ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഉറപ്പ് വസ്വാസിന്റെ അടിസ്ഥാനത്തിൽ പോകേണ്ടതില്ല. ഉറപ്പ് വന്നാലേ വുളു പോയതായി കണക്കാക്കേണ്ടതുള്ളൂ. എന്നുവെച്ചാൽ വുളു പോയോ ഇല്ലയോ എന്ന് സംശയമാണെങ്കിൽ നിസ്കാരം മുറിക്കേണ്ടതില്ല, നിസ്കാരത്തിൽ തുടരാം. എട്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു റുക്നോ അല്ലെങ്കിൽ ഒരു ഷർത്തോ അല്ലെങ്കിൽ ഒരു വാജിബോ നഷ്ടപ്പെടാം. വാജിബിലാണെങ്കിൽ മനഃപൂർവ്വം, അറിയാതെ നഷ്ടപ്പെട്ട കുഴപ്പമില്ല, സഹുവിന്റെ സുജൂദ് മതി. പക്ഷെ റുക്നോ ഷർത്തോ നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാവും. 3 കാര്യങ്ങളാണ്: റുക്ന്, ഷർത്ത്, വാജിബ്. വാജിബിൽ മാത്രം മനഃപൂർവ്വം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കില്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ വിലക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ ദൃഷ്ടി മുകളിലേക്ക് ഉയർത്താനുള്ളത്. ചിലർക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടണേ മുകളിലേക്ക് നോക്കാണ്ട് പറ്റൂല. പ്രത്യേകിച്ച് ഏറ്റുതാലിലേക്ക് ഉയരുമ്പോൾ ഇങ്ങനെയാണ് കൈകൾ ഉയർത്തുക പോലും. 1-2 ആൾക്കാരൊന്നുമില്ല, ഒരുപാട് പേര് അങ്ങനെ കാണാറുണ്ട്. നിസ്കാരത്തിന് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നത് ശക്തമായ രൂപത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. വിശ്വാസം പറഞ്ഞെന്താ, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ മുകളിലേക്ക് നോക്കുന്നത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് തിരിച്ച്
മടക്കപ്പെടാതിരുന്നേക്കാം, അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തി അള്ളാഹു എടുത്തു കളഞ്ഞേക്കാം, അത്രയും ഗൗരവമുള്ള വിഷയം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹറാമാണ് നിസ്കാരത്തിൽ വരുന്നത് ഇമാമുമായിട്ട് മത്സരിക്കുക. ഇമാമിനെ മുൻകടക്കൽ അല്ലെങ്കിൽ ഇമാമുമായിട്ടുള്ള മത്സരം. അലൈക്കും അസ്സലാം. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് മുതാബഅത്താണ്, തൊട്ട് പിന്നാലെ ആയിരിക്കാമുള്ള. നിസ്കാരത്തില് ഇമാം ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്, മാമൂമല്ല. ഇമാം ആദ്യം ചെയ്തിട്ട് ശേഷമായിരിക്കണം മാമൂമ് ചെയ്യേണ്ടത്. എല്ലാ പ്രവർത്തനങ്ങളും, റുക്കൂ ആയിക്കോട്ടെ, സുജൂദ് ആയിക്കോട്ടെ, ഓരോന്നിലും. ചില വിഷയങ്ങളിൽ ഇതേ കാര്യത്തിൽ ചില സന്ദർഭങ്ങളിൽ ശക്തമായ താക്കീത് വന്നിട്ടുണ്ട്. ഏത് ഉദാഹരണത്തിന്, ഈ സുജൂദിൽ നിന്ന് ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തുന്നവന്റെ തല കഴുതയുടെ തലയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിമിഷം പറഞ്ഞിട്ടുണ്ട്. അത് ചില ഇബ്നു കസീറാക്കും ചരിത്ര ഗ്രന്ഥത്തിൽ അങ്ങനെ തല കഴുതയായി ആ മാറപ്പെട്ട ആളുടെ ചരിത്രം എടുത്തു കൊടുക്കുന്നുണ്ട്. വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിനെ നിസ്സാരവൽക്കരിച്ച് ലാഘവത്തിൽ കണ്ടിട്ട് എന്തപ്പം അങ്ങനെ ചെയ്തപ്പോൾ എന്തുണ്ടാവുക എന്ന് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്ത ഒരാളുടെ തല കഴുതിയുടെ രൂപത്തിലേക്ക് മാറിപ്പോയത് ചരിത്രങ്ങളിൽ ഉണ്ട്, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വിശ്വാസന കാലഘട്ടത്തിലല്ല, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുഅ്തമ്മ ബിഹി. ഇമാമ് നിശ്ചയിക്കപ്പെട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? പിന്തുടരാൻ വേണ്ടിയിട്ടാണ്. ഇമാമ് ചെയ്യുന്നതിനോട് തൊട്ട് ശേഷമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇമാമിന്റെ ഒപ്പമാവാൻ പാടില്ല, മുൻപാവാൻ പാടില്ല, ഒരുപാട് പുറകിലാവാൻ പാടില്ല. ഇമാമ് റുക്കൂ പോയി എഴുത്തുകാരിലേക്ക് ഉയരുമ്പോൾ നമ്മൾ റുക്കൂ, അങ്ങനെയല്ല, തൊട്ട് പുറകിൽ. അത് അങ്ങനെ അതിനെതിരാവുക എന്നുള്ളത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ഒരു ഹറാമാണ്, പാടില്ലാത്ത കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ദുർഗന്ധമുള്ള അവസ്ഥയിൽ ജമാഅത്തിന് ഹാജരാവുക എന്നുള്ളത്. ദുർഗന്ധമുള്ള അവസ്ഥയിൽ ജമാഅത്തിന് ഹാജരാവുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾക്ക് ഇത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ട് ചെറുതായി ഒന്ന് വേർത്താൽ പോലും ജമാഅത്തിന് പോവാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു പൊടി പറ്റേ, ചെറിയ എന്തെങ്കിലും ഒരു മേത്തെന്തെങ്കിലും പെയിന്റ് ആവുക, എന്തെങ്കിലും ചളിയാവുക, അതല്ല അവിടുത്തെ വിഷയം. മറിച്ച് അസഹ്യമായ ദുർഗന്ധം, അടുത്ത് നിൽക്കുന്നവന് പ്രയാസം ഉണ്ടാവുന്ന ഒരവസ്ഥ, അതുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ജമാഅത്തിനവൻ പോകരുന്നവർ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ അടുക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കാം നമ്മൾ. ഇതെന്തിനല്ല, ജമാഅത്ത് ഒഴിവാക്കാനുള്ള ഉദറായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് നമ്മൾ ജമാഅത്തിന് ഒരുങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇന്ന സമയത്ത് നിസ്കാരം അരമണിക്കൂറാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മേല് ഇന്ന ദുർഗന്ധം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് മാറ്റാൻ തയ്യാറെടുത്ത് ജമാഅത്തിന്റെ സമയമാകുമ്പോൾ കറക്റ്റ് ഫ്രഷായി നിൽക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസിൽ ഉള്ളിന്റെ വിഷയമൊക്കെ നമുക്കറിയാലോ, ഉള്ളി, വെളുത്തുള്ളി. അതിനേക്കാളും ദുർഗന്ധാണെന്ത്, സിഗരറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ദുർഗന്ധം, മറ്റുള്ളവർക്ക് പ്രയാസമാവുന്ന രൂപത്തിലുള്ള ദുർഗന്ധം, അത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം. അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിച്ചാൽ. പിന്നെ നമ്മൾ പറഞ്ഞ സക്കാത്തിന്റെ വിഷയം. സക്കാത്തിന് എപ്പോഴാണ് നിർബന്ധമാവുന്നത്, അതിന്റെ നിബന്ധനകൾ പറഞ്ഞു. സക്കാത്തിന്റെ അവകാശികൾ അത് പറഞ്ഞു. ആ ആയത്തൊന്ന് ഓദിക്കുക, ആരാ ഓതാ? നോക്കാണ്ട്
ഇന്നമ സദഖാത്തു. എല്ലാരും കൂടാൻ പെട്ടെന്നാവും അല്ലേ? ലാമിലീന അലിഹ. ഇല്ല, അതിന് സബീൽ അവസാനമാണ്. അല്ല, കാര്യം ഫീ സബീലില്ലാഹി വബിൻ സബീൽ. അത് 8 എണ്ണം ഇവിടം വരെയാണ്, വബിൻ സബീൽ വരെ. ആയത്ത് പഠിക്കണം, ആയത്ത് പഠിക്കണം. ആയത്ത് നമ്മളെന്താ ഇങ്ങനെ ഓരോ തെളിവുകളായിട്ട് ഓരോ ആയത്ത് ഹദീസൊക്കെ പഠിച്ചിട്ട് എല്ലാം വേണ്ട, ചിലത് പ്രധാനപ്പെട്ടത് പഠിക്കാൻ പറയുന്നത് നമ്മൾ പഠിച്ചു വയ്ക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ സക്കാത്തിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മസല, എല്ലാ സമ്പത്തിനും സക്കാത്ത് നിർബന്ധമാവില്ല. സക്കാത്ത് നിർബന്ധമാവുന്ന സമ്പത്തുകൾ 5 എണ്ണമാണ്, 5 ഇനങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് സക്കാത്തിന്റെ അവസാനിപ്പിക്കുക. അതിന്റെ വിശദാംശങ്ങളും കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞ ശരിയാവില്ല. അത് കുറച്ചൊന്ന്, അത് നിങ്ങൾ എന്തെങ്കിലും അതിൽ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ചിട്ടൊന്ന് സംശയങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ മതി. സക്കാത്ത് നിർബന്ധമാവുന്ന സമ്പത്തിന് ഇനങ്ങൾ: അഞ്ചെണ്ണം. ഒന്നാമത്തത് കന്നുകാലികൾ. കന്നുകാലികൾ എന്ന് പറയുമ്പോൾ 3 ഇനപ്പെടാം. ഏതൊക്കെയാ? ഒട്ടകം, ആട്, പശു. ഒട്ടകം, ആട്, പശു. അപ്പൊ ഒരു ആടിന്റെ ഫാം ഉണ്ടെന്ന് വിചാരിക്കും. ആടിന്റെ ഫാമുണ്ട്. അയാൾക്ക് ഈ ആടിന്റെ സക്കാത്ത് നിർബന്ധമാവോ? ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കന്നുകാലികൾക്കും സക്കാത്ത് നിർബന്ധമാവില്ല. മറിച്ച് മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുന്ന കന്നുകാലികൾക്ക് എന്താവുള്ളൂ? സക്കാത്ത് നിർബന്ധമാവും. ഒരാൾ വീട്ടിൽ കെട്ടിയിട്ട് തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ വളർത്തുന്ന കന്നുകാലികൾക്ക് സക്കാത്ത് എന്തല്ല? നിർബന്ധമല്ല. സക്കാത്ത് നിർബന്ധമാകുന്ന എങ്ങനത്തെ കന്നുകാലികൾക്കാ? അങ്ങനെ മേച്ചിൽപ്പുറങ്ങള്, മലകളും അങ്ങനെയുള്ള താഴ്വരകളിലൊക്കെ മേഞ്ഞ് നടന്ന് രാവിലെ മേയാൻ കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് അങ്ങനത്തെ കന്നുകാലികൾക്കാണ് എന്ത് നിർബന്ധമാവുക? സക്കാത്ത് നിർബന്ധമാവും. ഇത് കന്നുകാലികളുടെ സക്കാത്ത്. കന്നുകാലികളുടെ സക്കാത്ത് ഇങ്ങനത്തെ കന്നുകാലികൾക്കാണ് നിർബന്ധമാവും. മേഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ. മേഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ. രണ്ടാമത്തേത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ. അത് ധാന്യങ്ങളുണ്ടാവും, ഫലങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. ഭക്ഷ്യവസ്തുക്കളെന്നോ അല്ലെങ്കിൽ എന്താ കൃഷിന്നോ കാർഷിക വസ്തുക്കളെന്നോ അതിനെന്തുണ്ട്? അതിനും സക്കാത്ത് നിർബന്ധം. അതിനും സക്കാത്ത് നിർബന്ധം. ഇത് കന്നുകാലികളുടെ സക്കാത്തിന് ഓരോന്നിനും എണ്ണമുണ്ട്. ഓരോന്നിനും എണ്ണമുണ്ട്. അപ്പൊ നമുക്ക് കന്നുകാലികൾ ഇല്ലാത്തത് കൊണ്ട് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ആടിന്
40 ആടുണ്ടെങ്കിലാണ് എന്താവുക സക്കാത്ത്. എണ്ണമാണ് അവിടെ, എണ്ണത്തിന്റെ കണക്കാണ്. അതുപോലെ പശുവിനും അതുപോലെ തന്നെയാണ് ഒട്ടകത്തിന്, അതിന് ഓരോ എണ്ണങ്ങളാണ്. ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഒരളവാണ്, ഇത്ര കിലോ എന്നുള്ള അളവാണ്. അത്രയും അളവ് എത്തിക്കഴിഞ്ഞാലാണ് ഈ വിളകളിൽ അല്ലെങ്കിൽ ഈ കൃഷിയിൽ സക്കാത്ത് നിർബന്ധമാണ്. ഇത് കൊടുക്കേണ്ട എപ്പോഴാണ്? വിളവെടുക്കുന്ന സമയത്ത്. ഈ സക്കാത്ത് കൊടുക്കേണ്ടത് വിളവെടുക്കുന്ന സമയത്താണ്. മൂന്നാമത്തെ ഇനം സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളിയും എന്നുള്ളതിൽ പെടുന്നതാണ് എന്ത്? ഇന്നത്തെ കറൻസികൾ. പലതരത്തിലുള്ള കറൻസികൾ ഉണ്ടല്ലോ, റിയാല്, ദിർഹം, രൂപ, എങ്ങനെയുള്ള കറൻസികൾ ഇതിൽ പെടുന്ന എന്നുവെച്ചാൽ ഇതിന്റെ അതേ വിധിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ കറൻസിയുടെ സക്കാത്ത് കണക്കാക്കേണ്ടത് എന്ത് വെച്ചിട്ടാ? സ്വർണം വെച്ചിട്ടും കണക്കാക്കാം, വെള്ളി വെച്ചിട്ടും കണക്കാക്കാം. എന്നുവെച്ചാൽ വെള്ളിക്കൊരു കണക്കുണ്ട് 595 ഗ്രാം, സ്വർണത്തിനൊരു കണക്കുണ്ട് 1.5 പവൻ. ഇത് രണ്ടിന്റെയും മൂല്യമാണ്. എന്തിന്റെ മൂല്യം? എന്തിന്റെ അളവ്? കറൻസിയുടെ സക്കാത്തിന്റെ അളവ്. അതിനേക്കാൾ കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? കറൻസിയിൽ സക്കാത്ത് നിർബന്ധം. അതാണ് ഇതിൽപ്പെട്ടതാണ് പറയാൻ കാരണം. നാലാമത്തത് കച്ചവട സാമഗ്രികൾ. കച്ചവടത്തിനായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട്, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇതിലാ വിടാം. കുറേ സ്ഥലം ഏക്കർ കണക്കിന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവരത് വാങ്ങിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി മാത്രമാണ്? വിൽക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾക്കാണ് എന്ത് പറയാ? കച്ചവട സാമഗ്രികൾ എന്ന് പറയും. സ്ഥലം വിൽക്കുന്നവരുണ്ട്, വാഹനങ്ങൾ, ബിൽഡിങ്, അങ്ങനെ പലതുണ്ട്. വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾക്കാണ് എന്ത് പറയാ? കച്ചവട സാമഗ്രി. അതെല്ലാം അതിൽ പെടും. കേട്ടില്ല? അല്ല, അത് ഇതിലെ വിടാം. മൂന്നാമത്തിലെ വിടാം. കറൻസി, നമ്മുടെ സമ്പത്ത്, സാധാരണ സമ്പത്ത്. കച്ചവടം ചെയ്യുന്നില്ലല്ലോ. അത് സാധാരണ വരുമാനത്തിൽ കണക്കാക്കുക. സാധാരണ നമ്മുടെ വരുമാനത്തിന്റെ ലിസ്റ്റിൽ ഇതിന്റെ ഒരു ലിസ്റ്റ്, ഇതും ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക? വരുമാനം ആഡ് ചെയ്യുക. അപ്പൊ ഇത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുന്ന വസ്തുക്കൾ ഒരു പലചരക്കാരന്റെ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇതിന്റെയൊക്കെ മൂല്യം കണക്കാക്കണം. ഇയാളുടെ കയ്യിലുള്ള സാമഗ്രികളുടെ എല്ലാത്തിൻ്റെയും മൂല്യം കണക്കാക്കി അത് ഈ പരിധിക്ക് മുകളിൽ എത്തുന്നുണ്ടെങ്കിൽ, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ആ ഒരു പരിധിക്ക് മുകളിൽ എത്തുന്നുണ്ടെങ്കിൽ എന്തായി? അതിന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധം. അങ്ങനെ ഓരോ ഷോപ്പുകളുണ്ടാകും. ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഓരോ തരം ഷോപ്പുകളുണ്ടാകും. അതെല്ലാം കച്ചവട സാമഗ്രികളാണ്. അഞ്ചാമത്തത് അതിനെന്താ പറയാ? അതിലൊരു ഇനമാണ് നിധികൾ. നിധി ഭൂമിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുക, ട്രഷർ. അതിന് സക്കാത്തുണ്ട്. അല്ലല്ല, അത് ശ്രദ്ധിക്കേണ്ട നല്ല ചോദ്യമാണ്. നമ്മളിപ്പോ ട്രഷർ കുഴിച്ചെടുക്കുമ്പോ സ്വർണ്ണാണെന്ന് വിചാരിക്കും.
അതിൽ 10 കിലോ സ്വർണം അതിലുണ്ടെങ്കിലും നമ്മൾ അതിൽ സ്വർണത്തിന് നിസാബല്ല കണക്കാക്കാം. അതില് ഇതിന് വേറെ തന്നെ നീ കണക്കാണ്. നിധിക്ക് എത്ര കൊടുക്കണ്ട്? 1/5 എന്നുവെച്ചാൽ 20%. 10 കിലോയിൽ 2 കിലോ സക്കാത്ത് കൊടുത്ത 8 കിലോ നമുക്ക് ഹലാലാണ്. അതല്ല, അത് വേറെ വഴിയിൽ നിന്ന് വീണ് കിട്ടുന്നല്ല കേട്ടോ. നിധി എന്ന് പറഞ്ഞാല് അതന്നെ ഒരുപാട് കൊല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ പല ആളുകളും ഉപയോഗിച്ചിരുന്നതും മറ്റൊക്കെ ആയിട്ടുള്ള മണ്ണിന്റെ അടിയിലൊക്കെ മൺമറഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായില്ല? മണ്ണിന്റെ അടിയെന്നോ? അതല്ല പറയുന്നത്. ഇവിടെ നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കാലം മുമ്പ് ഉപയോഗിച്ചു പോയ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നോ അങ്ങനെയൊക്കെ ആയിട്ട് അതിന് നിധിന്ന് ട്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. അതിപ്പോ കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഇതിനാണ് നിധി എന്ന് പറയാം. അതിന് സക്കാത്ത് നിർബന്ധ. അതിന്റെ കൂടെ വരുന്ന കാര്യമാണ് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന എന്തതിന് പറയാം, ധാതു ലവണങ്ങൾ എന്ന മലയാളത്തിൽ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് പെട്രോള്, ഫോസിലല്ലേ, അതായത് എന്താ പറയാ, മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന, ഇപ്പോ മൈൻസ് കണ്ടിട്ടില്ല നമ്മള്, ഡയമണ്ട് മൈൻ ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ കുറെ ഇങ്ങനെയായി കുഴിച്ചെടുക്കുന്ന മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, അതിൽ വിലപിടിപ്പുള്ള എല്ലാ അതിനും സക്കാത്തുണ്ട്. കൽക്കരി കുഴിച്ചെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് അതുപോലെ കുഴിച്ചെടുക്കാറുണ്ട്, പെട്രോൾ കുഴിച്ചെടുക്കാറുണ്ട്, പലതും അങ്ങനെ കുഴിച്ചെടുക്കാറുണ്ട്. ഇതിനൊക്കെ എന്തുണ്ട്? സക്കാത്തുണ്ട്. ഇതാണ് സക്കാത്ത് നിർബന്ധമാവുന്ന സമ്പത്തിന്റെ ഇനങ്ങൾ 5. പിന്നെ നോമ്പാണ്. നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നു, റമദാന് മുമ്പ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശുറൂത്തുകളും വാജിബാത്തുകളും പറഞ്ഞിരുന്നു. ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല എന്നറിയാം, എന്നാലും പറഞ്ഞിരുന്നു. ഇനി ഹജ്ജ് അവിടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. നമുക്ക് എന്നിട്ട് വേണം ഈമാൻ കാര്യങ്ങളെ കിടക്കാൻ. ആണ് പ്രധാനപ്പെട്ട ഭാഗം. ഇതെല്ലാം ഇസ്ലാം കാര്യങ്ങളാണ്. ഇത് പിന്നീട് വിശദമായിട്ട് പറയുന്നതുകൊണ്ട് അധികം മസാലകൾ പറയാത്ത. ഇനി പറയാനുള്ളത് ഹജ്ജ. ഹജ്ജിന് ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ഹജ്ജ് നിർബന്ധമാവാനുള്ള നിബന്ധനകൾ. സക്കാത്ത് നിർബന്ധമാവാൻ നിബന്ധനകളുള്ള പോലെ തന്നെ ഹജ്ജ് നിർബന്ധമാവാൻ എന്തുണ്ട്? നിബന്ധനകളുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നിബന്ധനകളാണ് ഇസ്ലാം, അഖല്, ബുലൂഗ്. ഇതൊക്കെ നമ്മൾ എല്ലാത്തിനും പറയുന്ന നിബന്ധനകളാണ്. അതിന്റെ കൂടെ ഹുർരിയത്ത്, നമ്മൾ സക്കാത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കുക? സ്വതന്ത്രനായിരിക്കുക. ചില അടിമയ്ക്ക് എന്തല്ല, ഹജ്ജ് നിർബന്ധമാവില്ല. 5ാമത്തെ കാര്യം നിബന്ധന ഇസ്തിതാഅത്ത്. ഇസ്തിതാഅത്ത് പറഞ്ഞാൽ സാധിക്കാം, കഴിവുള്ളവനായിരിക്കാം. കഴിവ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും. ശാരീരികമായിട്ടുള്ള കഴിവ് പെടും, സാമ്പത്തികമായിട്ടുള്ള കഴിവ് പെടും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും എന്താ പറയാ, സാമൂഹികമായിട്ടോ. ഇപ്പോൾ ഒരാൾക്ക് ആ നാട്ടിലേക്ക് പോവാൻ അവന്റെ രാജ്യവും സൗദി അറേബ്യ ആയിട്ടുള്ള നയതന്ത്ര ബന്ധം സമ്മതിക്കുന്നില്ല, അന്ന് വിസ കൊടുക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതൊക്കെ അവന്റെ ഇസ്തിതാഅത്തിൽപ്പെട്ട കാര്യം. അവൻ അങ്ങനെ തടസ്സം വന്നാൽ അവന് കുറ്റക്കാരനാവൂല. മനസ്സിലായോ? എല്ലാ നിലയ്ക്കും അവന് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരാൾക്ക് നിർബന്ധമാവും, ചെറുപ്പക്കാരനാണെങ്കിൽ പോലും. പലരുടെ വിചാരം എന്താ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട്
റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നാണ് വിചാരം. ഈ നിബന്ധനകൾ ഒത്തുവന്നാൽ ആ കൊല്ലം അവന് ഹജ്ജ് ചെയ്യൽ നിർബന്ധം. ഒരാൾക്ക് ഈ നിബന്ധനകൾ ഒത്തുവന്നാൽ അവൻ ആ കൊല്ലം ഹജ്ജ് ചെയ്യൽ അവന് നിർബന്ധം. സ്ത്രീകൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കൂടെ മറ്റൊരു വിഷയം വരും. ഇസ്തിതാഅത്തിൽ തന്നെ പെടുന്ന കാര്യമാണിത്, മഹറം ഉണ്ടായിരിക്കാം. എന്നുവെച്ചാൽ ഒരു സ്ത്രീക്ക് മഹറമില്ല, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. മഹറമില്ലാത്തത് കൊണ്ട് ആ സ്ത്രീ ഹജ്ജിന് പോയില്ലെങ്കിൽ അവൾ ഹജ്ജ് ചെയ്യാത്തതിന്റെ കുറ്റം അവൾക്ക് ഉണ്ടാവില്ല. ഹജ്ജ് ചെയ്യാത്തതിനുള്ള കുറ്റം അവൾക്ക് ഉണ്ടാവില്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നതാണ് എന്ത്, വുജൂദുൽ മഹ്റമി ലിൽ മർഅതി മിനൽ ഇസ്തിതാഅ. ഒരു പെണ്ണിന് മഹ്റം ഉണ്ടായിരിക്കാമുള്ളത് ഇസ്തിതാഅത്തിൽ പെട്ട കാര്യം. അവൾക്ക് മഹ്റം ഇല്ലെങ്കിൽ അവൾക്കതെന്തല്ല, നിർബന്ധമല്ല. പല പെണ്ണുങ്ങളും തെറ്റിദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഹ്റമില്ലാതെ കണ്ട ഗ്രൂപ്പുകളിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉംറയ്ക്കും ഹജ്ജിനൊക്കെ വരുന്നത്. ശരിയല്ല, യാതൊരു കുറ്റവും കിട്ടാൻ പോകുന്നില്ല ഇൻഷാ അല്ലാഹ്. അവർക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാനുള്ള മഹ്റം ഇല്ലെങ്കിൽ അവർക്കതിൽ കുറ്റമില്ല. അപ്പോ ഇതാണ്, ഈ 5 കാര്യങ്ങളാണ് ഹജ്ജ് നിർബന്ധമാവാനുള്ള നിബന്ധനകൾ. ഈ 5 നിബന്ധനകളും ഒത്തുവന്നാൽ അവന് ഹജ്ജ് നിർബന്ധമായി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് 3 ഇനങ്ങൾ, 3 രൂപങ്ങൾ, 3 തരത്തിൽ ഹജ്ജ് ചെയ്യാം. ഹജ്ജിന്റെ രൂപങ്ങൾ 3 തരം. പിന്നീട് വിശദമായിട്ട് പറയാം, ഇപ്പൊ ഒന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ ഇനം തമത്വമാണ്. അതിന്റെ പേര് തമത്വ. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം. ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം. തമത്വം എന്ന് എന്തുദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ എന്ത് ചെയ്യുക, ഉംറയിൽ അതിന്റെ നിയത്തിൽ എന്ത് ചെയ്യുക, ഇഹ്റാമിൽ പ്രവേശിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നെ ഈ ഉംറ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, തഹല്ലുലാവുക. പിന്നെ അവിടെ തന്നെ ഉണ്ടാവും, തഹല്ലുലായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഏതുവരെ? ദുൽഹിജ്ജ 8 വരെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ദുൽഹിജ്ജ 8 മുമ്പ് എത്തുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, തമത്തു ചെയ്യാം. ദുൽഹിജ്ജ 8 മുമ്പ് ഹറമിൽ എത്തുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, തമത്തു ആവുന്ന ഹജ്ജിന്റെ രൂപം ചെയ്യാം. ദുൽഹിജ്ജ 8 എന്ത് ചെയ്യുന്നത്, ഹജ്ജിന്റെ ശരിക്കുള്ള കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത്, വീണ്ടും ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ, ഹജ്ജിന്റെ നിയത്തിൽ ഇഹ്റാമിൽ വീണ്ടും പ്രവേശിക്കുക. അതിനാണ് എന്ത് പറയാ, തമത്തു എന്ന് പറയുക. ഇത് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം ഖിറാൻ. എങ്ങനെ? വേണ്ട, പൂർണ്ണമായിട്ടും തഹല്ലുലാവുന്നില്ല. ഇഹ്റാമിൽ കയറി പിന്നെ നമ്മൾ തഹല്ലുലാവുമ്പോൾ അത് പിന്നീട് വരും, വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ രൂപം ഖിറാൻ. ഖിറാൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടെ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക, ഇഹ്റാമിൽ കയറാം. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ വ ഉംറ ഒരുമിച്ചിട്ട് എന്ത് ചെയ്യുക, ചൊല്ല. രണ്ടിന്റെയും കൂടെ നിയത്തിൽ എന്ത് ചെയ്യുക, ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാം. മൂന്നാമത്തത് ഇഫ്രാദ്. അത് ഹജ്ജിന്റെ മാത്രം. സാധാരണ നമ്മൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇഫ്രാദാണ്. ഹജ്ജിന്റെ മാത്രം നിയത്ത് വെച്ച് അങ്ങനെ പ്രവേശിക്കാം. ഇത് തമത്വവും വ്യത്യാസം നമുക്ക് മനസ്സിലായി. പക്ഷെ ഖിറാനും ഇഫ്രാദും തമ്മിൽ എന്താ വ്യത്യാസം?
ഖിറാനും ഇഫ്രാദും തമ്മിൽ ആളുകളുടെ വ്യത്യാസം ബലിയാണ്. ഖിറാനാണെങ്കിൽ ബലി നിർബന്ധം, ഇഫ്രാദിന് എന്ത് നിർബന്ധമാവൂല? ബലി നിർബന്ധമല്ല, ബലി നിർബന്ധമല്ല. അതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസം അതിലില്ല. ഇഹ്റാം കയറുമ്പോൾ ചൊല്ലുന്ന വ്യത്യാസമല്ലാതെ, പ്രത്യേകിച്ച് വേറെ നിയത്തിലുള്ള വ്യത്യാസമല്ലാതെ പിന്നെയുള്ള ആകളുടെ വ്യത്യാസം ബലി കൊടുക്കൽ ഖിറാൻ എന്ന രൂപത്തിൽ ചെയ്യുന്ന ആൾ, ആ നിയത്തിൽ ചെയ്യുന്ന ആൾക്ക് ബലി ചെയ്യൽ നിർബന്ധമാവും. മറ്റാൾക്ക് ഇഫ്രാദ് എന്ന രൂപത്തിൽ ചെയ്യുന്ന ആൾക്ക്, ആ നിയത്തിൽ ചെയ്യുന്ന ആൾക്ക് ബലി നിർബന്ധമാവും. പിന്നെ ഞാൻ മൊത്തത്തിലുള്ള രൂപം പറയാനുള്ള സമയമില്ല, ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത്തത് അർക്കാനുൽ ഹജ്ജ്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കുക, റുക്കുനും വാജിബും. ഇവിടെ ഷുറൂത്ത് വരുന്നില്ല. ഹജ്ജിൽ ഷുറൂത്ത് നിർബന്ധമാവുന്ന ഷുറൂത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതില് റുക്കിന് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റുക്കിനിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ ആ ഹജ്ജ് എന്താവൂല, ശരിയാവൂല. വാജിബുകൾ ഏതെങ്കിലും ഒന്ന് പോയാലോ, നമ്മൾ നിസ്കാരത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യുന്നു, ഇവിടെ എന്താ ചെയ്യാ? ഫിദിയ കൊടുക്കണം, ഫിദിയ കൊടുക്കണം. ഫിദിയ മിക്കതും ബലിയായിട്ട് വരുന്നത്, വിശദമായിട്ട് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് അർക്കാൻ. ഹജ്ജിന്റെ അർക്കാനുകൾ 4 എണ്ണം. ഹജ്ജിന്റെ അർക്കാനുകൾ 4 എണ്ണം. ഒന്നാമത്തത് ഇഹ്റാം. ഒന്നാമത്തത് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള. രണ്ടാമത്തേത് അറഫയിലുള്ള നൃത്തം. അറഫയിലുള്ള നൃത്തം നമ്മൾ അറഫയിൽ നിൽക്കും. ദുൽഹിജ്ജ് 9 അറഫയിലെ ഹാജിമാര് ഒരുമിച്ച് ചേരുന്ന ആ സന്ദർഭത്തിൽ അത് ഹജ്ജിന്റെ റുക്കനാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണെന്ന് പോലും പറഞ്ഞു. മൂന്നാമത്തത് തവാഫുൽ ഇഫാദ. ശ്രദ്ധിക്കണേ, 3 തരം തവാഫുണ്ട്. തവാഫുൽ ഖുദൂം കൊണ്ട് ആദ്യം കേറുമ്പോൾ ഒരു തവാഫുണ്ട്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഹജ്ജിന്റെ ഇടയിൽ ഒരു തവാഫ്, അതിന് തവാഫുൽ ഇഫാദ എന്ന് പറയും. അവസാനം പോകുമ്പോൾ ഒരു തവാഫുണ്ട്, അതും അല്ല ഉദ്ദേശിച്ചത്. ഹജ്ജിന്റെ ഇടയിൽ ഒരു തവാഫുണ്ട്, അതാണ് റുക്കന്. അതാണ് റുക്കന്. അത് പിന്നീട് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. വിശദമായ രൂപം തമത്വന്റെയും ഖിറാന്റെയും ഇഫ്രാദിന്റെയും രൂപം പിന്നീട് വിശദീകരിക്കാം. 4-മത്തെ റുക്കന് സഅയാണ്. സഫ മർവകൾക്കിടയിലുള്ള സഅയ്. ഇതാണ് ഹജ്ജിന്റെ റുക്കനുകൾ. ഹജ്ജിന്റെ റുക്കനുകൾ ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് ഹജ്ജല്ല, ഹജ്ജ് ശരിയായിട്ടില്ല. പിന്നെ വാജിബാത്തുൽ ഹജ്ജ്. വാജിബാത്തുൽ ഹജ്ജ് അത് 7 എണ്ണം. ഹജ്ജിന്റെ വാജിബാത്തുകൾ 7 എണ്ണം. ഒന്നാമത്തേത് ഇഹ്റാം കെട്ടുന്നത് മീഖാത്തിൽ നിന്നായിരിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എന്താ? റുക്കനാണ്. പക്ഷെ അത് മീഖാത്തിൽ നിന്നായിരിക്കുക എന്നുള്ളത് വാജിബ. മീഖാത്തുകൾ നമുക്കറിയാം 5 എണ്ണം ഉണ്ട്. ദുൽഹുലൈഫ, ജുഹ്ഫ, കർണുൽ മനാസിൽ, യലംലം, ദാത്തു ഇർഖ്. 5 പല ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പല മീഖാത്തുകളാണ്.
അപ്പൊ ആ മീഖാത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ വാജിബ്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ അറഫയിൽ നിൽക്കുക എന്നുള്ളത് റുക്നാണെന്ന് പറഞ്ഞു. അപ്പോ പകലിൽ ഒരാൾ അറഫയിലേക്ക് എത്തിയാൽ ആ നൃത്തം രാത്രി വരെ ആക്കുക എന്നുള്ളത് വാജിബാണ്. ഒരാൾ പകലിൽ ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ പകലിൽ തന്നെ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ നൃത്തം എത്ര നേരം ഉണ്ടാവണം, രാത്രി വരെ ഉണ്ടാവണം. പറഞ്ഞാൽ 2 കാലുമ തന്നെ നിൽക്കുക എന്നുള്ളതല്ല, അവിടെ കുറച്ചു നേരം എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കും. അവിടെ തന്നെ കഴിച്ചു കൂട്ടുക രാത്രിയാവുന്നവരെ. പകലിൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് മടങ്ങി പോവാൻ പാടില്ല. രാത്രി വരെ ആ നൃത്തം എക്സ്റ്റെൻഡ് ചെയ്യൽ വാജിബാണ്. മൂന്നാമത്തെ നിർബന്ധം യൗമുൻ നഹറിന്റെ രാത്രി എന്ന് വെച്ചാൽ ഈ അറഫയിൽ നൃത്തം കഴിഞ്ഞിട്ട് നേരെ ആ രാത്രി ശേഷമുള്ള രാത്രി, ആ രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത്, രാത്രി താമസിക്കാം. അന്നത്തെ രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നുള്ളത് അതാണ് മൂന്നാമത്തെ വാജിബ്. ഈ രാത്രി കഴിഞ്ഞിട്ട് പിന്നെയുള്ള 3 രാത്രികളുണ്ട്, അയ്യാമത്ത് തശ്രീഖിന്റെ 3 രാത്രികൾ. ഈ 3 രാത്രികൾ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളതാണ് നാലാമത്തെ വാജിബ്. അയ്യാമത്ത് തശ്രീഖിന്റെ രാത്രികൾ, ഇതിപ്പോ പെരുന്നാളിന്റെ രാത്രിയാണ്. ഏത്? മുസ്ദലിഫ രാപ്പാർക്കുന്ന രാത്രി എന്ന് വെച്ചാൽ അറഫ ദിവസത്തിലെ 9 കഴിഞ്ഞ് ശേഷമുള്ള രാത്രി, 9 കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരത്തെ ആ രാത്രി, അന്ന് മുസ്ദലിഫയിൽ നിന്ന് പിന്നെ അതിനുശേഷം 3 രാത്രികളുണ്ട് അയ്യാമത്ത് തശ്രീഖിന്റെ. ആ 3 രാത്രികൾ എവിടെ നിൽക്കുക, രാപ്പാർക്കുക മിനയിൽ. ആണ് നാലാമത്തെ വാജിബ്. അഞ്ചാമത്തെ വാജിബ് 3 ജംറകളിൽ ക്രമത്തിൽ കല്ലെറിയ. ജംറകൾ 3 ഉണ്ട്, വലുത്, കുബ്ര, ഉസ്ത, സുഗറ, 3 ജംറകളുണ്ട്. 3ലും അതിൻ്റെതായ ക്രമത്തിൽ എന്ത് ചെയ്യുക, കല്ലെറിയുക എന്നുള്ളത്. അഞ്ചാമത്തെ വാജിബ്. ആറാമത്തെ വാജിബ് മുടി ചെറുതാക്കുകയോ വടിക്കുകയോ ചെയ്യാം. അല്ല, അഫ്ളൽ വടിക്കണം. ചില ഏതെങ്കിലും ഒന്ന് ചെയ്യൽ വാജിബാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്യൽ വാജിബാണ്. ഏഴാമത്തെ തവാഫുൽ വിദാ. ഇതാണ് അവസാനത്തെ തവാഫ്. ശ്രദ്ധിക്കണം, തവാഫുൽ ഇഫാദ റുക്ന, ഇത് തവാഫുൽ വിദാ, ഇത് വാജിബും ആണ്. ഏഴാമത്തേത് സുന്നത്തുകളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സുന്നത്തുകളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. കുറേ സുന്നത്തുകളുണ്ട്, പ്രധാനപ്പെട്ടത് വേഗത്തിൽ എന്ത് ചെയ്യാം, പറയാം. സുന്നത്ത് നമുക്കറിയാലോ, നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യില്ല, ഹജ്ജിനെ ബാധിക്കൂല. ഹജ്ജ് ശരിയല്ലാതാവുകയോ നമുക്കെന്തെങ്കിലും വിധിയോ വലിയ എന്തെങ്കിലും നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഹജ്ജിന്റെ പൂർണ്ണതയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹജ്ജിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ, അതിന്റെ പൂർണ്ണതയ്ക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇഹ്റാമിന് മുമ്പ് എന്ത് ചെയ്യുക, കുളിക്കുകയും അതുപോലെ തന്നെ സുഗന്ധം പൂശുകയൊക്കെ ചെയ്യാം. ഇഹ്റാമിന് മുമ്പ് കുളിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്യാം.
രണ്ടാമത്തേത് ഇഫ്രാദോ ഖിറാനോ, ഈ രണ്ട് രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഹജ്ജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്കുള്ള സുന്നത്താണ് തവാഫുൽ ഖുദൂം. തമത്തുവിനും ഇല്ല, അത് മറ്റ് രണ്ട് രൂപങ്ങളിൽ ചെയ്യുന്നവർക്ക് ഉള്ള സുന്നത്താണ് തവാഫുൽ ഖുദൂം. തമത്തുവിന്റെ ആൾക്ക് എന്താ തവാഫുൽ ഖുദൂം സുന്നത്തില്ലാത്തത്? ആദ്യം ചെയ്ത് കഴിയുമല്ലോ, ഉംറ ചെയ്യുമ്പോൾ അതാദ്യം ചെയ്ത് കഴിയും. ആദ്യം കേറുന്ന സമയത്താണ് തവാഫുൽ ഖുദൂം സുന്നത്തുള്ളൂ. ആദ്യം ഇയാൾ കേറുമ്പോൾ ഉംറയായിട്ടാണ് കേറാം, ഉംറന്റെ നിയത്ത്. ആ സമയത്ത് അത് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇഹ്റാമിൽ വീണ്ടും കയറുമ്പോൾ സുന്നത്തില്ലത്. ഇവർക്ക് രണ്ടുപേർക്കാണ് തവാഫുൽ ഖുദൂം സുന്നത്തായിട്ട് വരാം. മൂന്നാമത്തെ സുന്നത്ത്, ഈ തവാഫുൽ ഖുദൂമിലെ ആദ്യത്തെ 3 റൗണ്ട് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് വേഗത്തിൽ ശക്തി അമർത്തി നടക്കുക. എന്ത് ചെയ്യുക, റംല് എന്ന് പറയും. പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന പോലെ എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറയാറ്. എന്നാൽ ശക്തി പ്രകടനമാണ്. നമ്മുടെ എന്താ പറയാ, ആരോഗ്യം പുറത്തെടുക്കാൻ പ്രകടിപ്പിക്കുന്ന, അത് സുന്നത്താണ് പ്രകടിപ്പിക്കൽ. ആ സമയത്ത് ആ 3 റൗണ്ടിൽ ആദ്യത്തെ 3 റൗണ്ടിൽ ഇന്നത്തെ ഹജ്ജിന്റെ തിരക്കിലൊന്നും പറ്റൂല. പറഞ്ഞത് സാധിക്കുമെങ്കിൽ അത് ചെയ്യലെന്താ സുന്നത്ത. എങ്ങനെ തവാഫുൽ ഖുദൂമിൽ എല്ലാത്തിലും ഉണ്ട്. പിന്നെ നാലാമത്തത് അതിന് ഇർത്തിബ എന്ന് പറയാം. എന്ന് വെച്ചാല് ഇത് തവാഫുൽ ഖുദൂമിൽ മാത്രമാണ്. ഈ വസ്ത്രം എന്ത് ചെയ്യുക, ഇഹ്റാമിന്റെ വസ്ത്രം വലത് കൈയുടെ അടിയിലൂടെ എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ വലത്തെ കൈ പൂർണ്ണമായിട്ടും വെളിവാകുന്ന രൂപത്തിൽ വലത്തെ കക്ഷത്തിന്റെ അടിയിലൂടെ എന്ത് ചെയ്യുക, ആ ഭാഗം എടുത്തിട്ട് ഇങ്ങോട്ടിടുക. അതൊക്കെ ഈ ശക്തി പ്രകടനത്തിന്റെ ഭാഗമാണ്. മസിൽ പവർ അവിടെയാണല്ലോ. അല്ല, അത് മൊത്തത്തിലുണ്ട്. ശ്രദ്ധിക്കണം, ഇത് ത്വാഫിൽ മാത്രം സുന്നത്ത്. ചില ആൾക്കാർ ഇങ്ങനെ തന്നെ പോയി നിസ്കരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നിസ്കാരത്തിന്റെ ഔറത്തിൽ പെടുന്നതാണ് എന്ത്, തോളല്ല എന്നുള്ളത്. അത് മറക്കണം. സാധിക്കുന്നവരത് മറക്കുന്നതാണ്. ഇത് മറക്കാതെ ആയിരിക്കല് എന്ത്, മിക്ക ആളുകളും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അത് സുന്നത്താണ് എന്ന് കരുതി അങ്ങനെ തന്നെ ചിലർ മറന്നു പോയിട്ടൊക്കെയാണ്. അഞ്ചാമത്തെ സുന്നത്ത് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം. അതെല്ലാ തവാഫിനും ഉണ്ട് കേട്ടോ, തവാഫുൽ ഖുദൂമിന് മാത്രമല്ല. ഈ പറയുന്ന റംലും ഇർത്തിബാവും മാത്രമാണ്. അതായത് ഈ തുണി വലത്തെ കൈയിന്റെ അടിയിലൂടെ ഇടലും അതുപോലെ തന്നെ വേഗത്തിൽ നടന്ന് ശക്തി പ്രകടിപ്പിക്കും, അതൊക്കെയാണ് എന്തില് തവാഫുൽ ഖുദൂമിന് മാത്രം. പക്ഷെ 2 റക്അത്ത് നിസ്കാരം എല്ലാ തവാഫിന് ശേഷവും സുന്നത്താണ്. പിന്നെ 6ാമത്തെ സുന്നത്ത് അറഫ ദിവസത്തിന്റെ രാത്രി, അതായത് ദുൽഹിജ്ജ 8 കഴിഞ്ഞിട്ട് 9ലേക്ക് എത്തുന്ന ആ രാത്രി. ആ രാത്രി എവിടെ നിൽക്കുക, മിനയിൽ രാപ്പാർക്കുക. അത് സുന്നത്താണ്. 9 രാത്രി എന്ന് പറയാം. നമ്മൾ അറഫ ദിവസം കഴിഞ്ഞിട്ടുള്ള രാത്രി പെരുന്നാളിന്റെ രാത്രി എന്ന് പറയുന്ന പോലെ ഇത് 9 രാത്രി. അന്ന് എവിടെ നിൽക്കുക, മിനയിലെ രാത്രി നിൽക്കല് സുന്നത്താണ്. സുന്നത്തേ ഉള്ളൂ. എങ്ങനെ
മുസ്ദലിഫയിലോ? അത് പെരുന്നാൾ രാത്രി. ഈ സുന്നത്ത് എന്ന് പറയുന്നത് അറഫയിൽ നിൽക്കുന്നതിന് തലേ ദിവസമുള്ള രാത്രി, മിനയിൽ രാത്രി. അതിനുശേഷം നമ്മൾ അറഫയിൽ വന്നു, അന്ന് രാത്രി അവിടെ നിൽക്കും, മുസ്ദലിഫയിൽ നിൽക്കും. പിന്നുള്ള 3 രാത്രി വീണ്ടും അവിടെ തന്നെ, മിനയിൽ തന്നെ. ഈ അറഫയിൽ നിന്നതിന് ശേഷമുള്ള മുസ്ദലിഫയിലെ രാത്രി നിൽക്കല് വാജിബ. അതിനുശേഷമുള്ള അയ്യാമത്തെ തശ്രീഖിൽ മിനയിൽ നിൽക്കലും വാജിബ. ഇത് അറഫയിൽ നിൽക്കുന്നതിന് മുമ്പുള്ള തലേ ദിവസം മിനയിൽ നിൽക്കല, അത് വാജിബല്ല, സുന്നത്താണ്. ആ, അത് പറ്റും, അത് ഇളവുണ്ട്. ഇളവുകൾ കുറേ ഉണ്ട്. ഹജ്ജിൽ ഒരുപാട് ഇളവുകളുണ്ട്, ഒരുപാട് ഇളവുകളുണ്ട്. ഇപ്പൊ നമ്മൾ രാത്രി വരെ എക്സ്റ്റെൻഡ് ചെയ്യണം പറയുന്നുണ്ട്, അതിനും സാധിക്കാത്തവർക്ക് അളവ് കൊടുത്തിട്ടുണ്ട്. വയസ്സായവർക്ക്, സ്ത്രീകൾക്കൊക്കെ നേരത്തെ പോകുമ്പോൾ പലതും ഒരുപാട് വിഷയങ്ങൾ ഇളവുണ്ട് ഹജ്ജിൽ. പിന്നെ 7ാമത്തെ സുന്നത്ത്, ഇഹ്റാമിൽ പ്രവേശിച്ച അത് മുതൽ അവസാനത്തെ ദിവസം ജംറയിലെ കല്ലുകൾ എറിഞ്ഞ് കഴിയുന്നത് വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കൽ സുന്നത്താണ്. ഇഹ്റാമിൽ പ്രവേശിച്ച അത് മുതൽ കല്ലെറിയൽ നമ്മൾ പറഞ്ഞു വാജിബാണെന്ന് പറഞ്ഞു. ആ കല്ലെറിഞ്ഞ് അവസാനിക്കുന്നത് വരെ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക സുന്നത്താണ്. തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന എട്ടാമത്തേത് അവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എട്ടാമത്തേത് അറഫയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. അതായത് നമ്മൾ പറഞ്ഞു അറഫാ ദിവസത്തിൽ പകല് നമ്മൾ എവിടെ ഇരിക്കും? അറഫയിൽ. രാത്രി എവിടെ ഇരിക്കും? മുസ്ദലിഫയിൽ. അപ്പൊ ഒരു സുന്നത്താണ് എന്ത്? അറഫയിൽ എത്തിയിട്ട് എന്ത് ചെയ്യാ? ളുഹറും അസറും ജമ്മു തഖദീമാക്കാം. ജമ്മു തഖദീം എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ സമയത്ത് ളുഹർ അസറും കൂടെ നിസ്കരിക്കാം. അറഫയിലാണ് നമ്മളുള്ളത്, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ജമ്മു തഖദീമാക്കാം. ളുഹർ അസറും ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം. രാത്രി വരെ നിൽക്കും നമ്മൾ, വാജിബാണെന്ന് പറഞ്ഞു. രാത്രിയായി നമ്മൾ മുസ്ദലിഫയിൽ പോയി, അവിടെ നിന്ന് എന്ത് ചെയ്യുക? രാത്രി ഇശാഇന്റെ സമയത്ത് മഗ്രിബ് ഇശാ കൂടി ജമ്മു തഅഖീർ. നമ്മൾ ളുഹറിന് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുന്ന ഏത് സമയത്താ? ഇശാഇന്റെ സമയത്ത്. ളുഹറിന് ജമ്മു തഖദീമും അവിടെ അത് അറഫയിൽ വെച്ചിട്ട്, പിന്നെ മുസ്ദലിഫയിൽ എത്തി രാത്രി എത്തിയിട്ട് അവിടെ ഇശാഇന്റെ സമയത്ത് ജമ്മു തഅഖീറും. അത് സുന്നത്താണ്. എങ്ങനെ? സുന്നത്തുകൾ ഒരുപാടുണ്ട്, ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഇത് പ്രധാനപ്പെട്ട മസലകൾ വേഗത്തിൽ പറഞ്ഞാൽ, ഇതിൽ ഒരുപാട് മസലകൾ പറയാത്തുണ്ട്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഖിറാനാണെന്നാണ്. അല്ലാഹു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും അഫ്ളലായത് തമത്വമാണ്. ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും അഫ്ളലായ രൂപം തമത്വമാണ്.
പിന്നെ ഖിറാന്, പിന്നെ ഇഫ്രാദ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദർസ് മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നറിയാം. എന്നാലും കുറച്ചൊന്ന് വിശദമായി തന്നെ മസലകൾ പ്രധാനപ്പെട്ടതൊന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഈമാനുള്ളത്, അഖീദ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫിഖ്ഹിന്റെ കിതാബൊന്നും എടുക്കാതെ അഖീദന്റെ കിതാബ് എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ പലതും മറ്റു പല നമ്മുടെ പഠനത്തിന്റെ ലിസ്റ്റിലുള്ള സിലബസിലുള്ള മറ്റു പല കിതാബുകളും വരുന്നുണ്ട്. അർബഊൻ നവവിയ പോലെ പല കിതാബുകൾ വരുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, പിന്നേക്ക് വെക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് ഹൈറാണ്. കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്, മാറ്റം ഇപ്പോൾ തന്നെ കൊണ്ടുവരാൻ വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, പിന്നത്തെ കാര്യം നമുക്കറിയില്ലല്ലോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട പറഞ്ഞ പോലെ തന്നെ തുടങ്ങിയത് കിതാബ് അവസാനിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അതിനുശേഷം മറ്റു കിതാബ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. ഉള്ള സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാ മസലകളും വളരെ ഡീപ്പായിട്ട് പറയാനും സാധിക്കില്ല, അത് പറയാൻ പറ്റൂല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ അത് ഏറ്റവും ലഘുവായ രൂപത്തിൽ പറഞ്ഞു പോവുക. അങ്ങനെ തുടക്കക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിന് ശേഷം പിന്നീട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ, അത്ര പ്രാധാന്യമില്ലാത്ത മസലകൾ പിന്നീട് ഇൻഷാഅല്ലാഹ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പരമാവധി എന്ത് ചെയ്യുക, സ്ത്രീകളോട് ലൈവിലോ സൂമിലോ അല്ലെങ്കിൽ റെക്കോർഡ് കേൾക്കാൻ പറയുക പരമാവധി. അതുപോലെ തന്നെ പുരുഷന്മാർ പരമാവധി എന്ത് ചെയ്യുക, പങ്കെടുക്കാൻ അടുത്ത ആഴ്ച മുതൽ ശ്രദ്ധിക്കുക. ഒരിക്കലും ഞാൻ എടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുന്നല്ല. വളരെ പ്രധാനപ്പെട്ട മസാലകളാണ് അടുത്ത ആഴ്ച മുതൽ. പലതും നമ്മൾ പഠിച്ചു തന്നെ ആയിരിക്കും. പഠിച്ചത് ഓർമ്മ പുതുക്കുക. അത് എന്തെങ്കിലും തെറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക. പുതുതായിട്ട് പല മസാലകളും പുതിയത് പഠിക്കുന്നത് എന്ത് ചെയ്യുക, അത് ഒന്നെന്ത് ചെയ്യുക, നമ്മുടെ ഈമാനികമായിട്ടുള്ള വർദ്ധനവിന് അത് ഉപകരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.